പതിറ്റാണ്ടിലേറെ കാലത്തിനിടയിൽ 10,000-കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ആർമണ്ടച്ചനെ ആരും മറന്നിട്ടുണ്ടാവില്ല. ഇരിട്ടി പട്ടാരം, വിമലഗിരി, ഭരണങ്ങാനം, അസീസി തുടങ്ങിയ ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കപ്പൂച്ചിൻ സന്യാസ ശ്രേഷ്ഠനുമായിരുന്നു ഫാദർ ആർമണ്ട് മാധവത്ത്. 2001 മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികളുടെ ഭാഗമായി വത്തിക്കാൻ അദ്ദേഹത്തെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് അംഗീകാരം നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് വത്തിക്കാനിൽ നിന്ന് ലഭിച്ചതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അറിയിച്ചു. കേരള സഭയിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് തുടക്കം കുറിച്ചത് ഫാദർ ആർമണ്ടിന്റെ നേതൃത്വത്തിലാണ്. 2001 ജനുവരി 12 അന്തരിച്ച അദ്ദേഹത്തിന്റെ നാമകരണ നടപടിക്കായുള്ള ശ്രമങ്ങൾ 2019 തന്നെ തലശ്ശേരി അതിരൂപതയും കപ്പൂച്ചിൻ സഭയും നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. സീറോ മലബാർ സഭയുടെ മലബാറിൽ നിന്നുള്ള ആദ്യ ദൈവദാസനാണ് ഇദ്ദേഹം. പാല മരങ്ങാട്ടുപള്ളിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബം വയനാട് നടവയലിലേക്ക് കുടിയേറിയതാണ്. മരങ്ങാട്ടുപള്ളി പാലക്കാട്ടുലയിൽ മാധവത്ത് ഫ്രാൻസിസ് റോസ ദമ്പതികളുടെ 8 മക്കളിൽ 4-മനായി 1930 നവംബർ 25 ജനനം. ദൈവദാസ പദവി പ്രഖ്യാപനവും തുടർ നടപടികളും പിന്നീട് അറിയിക്കുമെന്ന് മാർ ജോസഫ് പാംബ്ലാനിയും നാമകരണ നടപടികളുടെ പോസ്റ്റ്ലേറ്റർ ഫാദർ ജിതിൻ ആനിക്കുഴിയിലും അറിയിച്ചു.